കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ കാസർഗോഡ് ജില്ലയിലെ ബൈക്കൽ കോട്ട AD 1650 ബദന്നൂരിലെ ശിവപ്പ നായകനാണ് ബേക്കലിലെ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് അറബിക്കടലിൻ്റെ തീരത്ത് അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന കുന്നിൻ മുകളിൽ 40 ഹെക്ടർ സ്ഥലത്ത് ശക്തമായ കോട്ട പണിതത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പട്ടണത്തിനും കാസർഗോഡ് ടൗണിനുമിടയിലാണ് ബേക്കൽ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ബേക്കൽ കോട്ടയ്ക്ക് അടുത്ത് തന്നെ ബേക്കൽ ഫോർട്ട് എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. 1650 പണി പൂർത്തിയാക്കിയ കോട്ട പിന്നീട് മൈസൂർ രാജാവായ ഹൈദരാലിയുടെ കാലത്ത് അദ്ദേഹം ഈ പ്രദേശം കീഴടക്കുകയും കോട്ടയുടെ നിയന്ത്രണം ഹൈദരാലിക്ക് കീഴിലാവുകയും ചെയ്തു. മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് മലബാർ പിടിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിന് ശക്തമായ ഒരു സൈനിക കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നത് ബേക്കൽ കോട്ടയായിരുന്നു. എന്നാൽ 4-ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടതോടെ 1799 കോട്ടയുടെ നിയന്ത്രണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിലായി. കോട്ടയുടെ വലിയൊരു ഭാഗവും കടലിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കോട്ടയുടെ മധ്യഭാഗത്തായി ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിർമ്മിച്ചതെന്ന് കരുതുന്ന വലിയ നിരീക്ഷണ ഗോപുരവും കോട്ടയുടെ പ്രധാന സവിശേഷതയാണ്. അതിനു മുകളിൽ കയറിയാൽ ചുറ്റുമുള്ള പട്ടണങ്ങളുടെയും കടൽ തീരത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും വിദൂര കാഴ്ചയും കാണാവുന്നതാണ്. വളഞ്ഞു പുളഞ്ഞ വഴികളും കോട്ടയുടെ പുറത്തുള്ള വലിയ കിടങ്ങുകളും കോട്ടയുടെ പ്രതിരോധം ശക്തമാക്കുന്നു. കോട്ടയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്കും കടലിലേക്കും സുരക്ഷിതമായി നിരീക്ഷിക്കാനുള്ള കോട്ടയുടെ മതിലിലെ ഹോളുകൾ എടുത്തു പറയേണ്ടതാണ്. ദൂരെ കടലിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ദൂരെ വെച്ചോ കോട്ടയുടെ സമീപം വെച്ചോ അവരെ വകവരുത്താനും ഈ വിടവുകൾ സഹായിച്ചിരുന്നു. ആയുധങ്ങൾ സൂക്ഷിക്കാനും വെടിമരുന്ന് സൂക്ഷിക്കാനുമുള്ള സൗകര്യങ്ങൾ കോട്ടയിൽ ഉണ്ടായിരുന്നു. കോട്ടയ്ക്കുള്ളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് കല്ലിൽ വെട്ടിയെടുത്ത കിണർ. കോട്ടയുടെ ഉള്ളിൽ നിന്നും സമുദ്രതീരത്തേക്ക് നീളുന്ന രഹസ്യ തുരങ്കങ്ങളും കാണാനായി സാധിക്കും. 400 വർഷത്തോളം പഴക്കമുള്ള കോട്ട അതിൻ്റേതായ പോരായ്മകളൊന്നുമില്ലാതെ ഇപ്പോഴും കാസർഗോഡ് ജില്ലയിലെ ബേക്കലിൽ അറബിക്കടലിൻ്റെ തീരത്ത് തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ പുരാവസ്തു വകുപ്പിനാണ് ഈ കോട്ടയുടെ സംരക്ഷണ നിയന്ത്രണ ചുമതലകളുള്ളത്. 40 ഹെക്ടറിലധികം സ്ഥലത്ത് പരന്നുകിടക്കുന്ന കോട്ടയിലെ ഓരോ കാഴ്ചകളും കൗതുകം നിറഞ്ഞതും മനോഹരവുമാണ്. ഓരോ ഗോപുരങ്ങളും വ്യത്യസ്തങ്ങളായ മനോഹരങ്ങളായ കാഴ്ചകളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കോട്ടയുടെ മധ്യത്തിലുള്ള ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിരീക്ഷണ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള ആകാശ കാഴ്ചകളും മനോഹരമായ കടൽ തീരവും ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും. കോട്ട കാണാനായി പോകുന്നവർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രദേശമാണ് കോട്ടയിൽ നിന്നും കടലിലേക്ക് തള്ളി നിൽക്കുന്ന നിരീക്ഷണ ഗാലറി. കടലിനാൽ ചുറ്റപ്പെട്ട് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഈ നിരീക്ഷണ ഗാലറി കാണാതെ തിരിച്ചു പോരാറുണ്ട്. കോട്ടയുടെ ഉള്ളിൽ നിന്നും സമുദ്രതീരത്തേക്ക് നീളുന്ന തുരങ്കത്തിനുള്ളിലൂടെ നടന്ന് നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ നടപ്പാതയുടെ അവസാനം എത്തി നിൽക്കുന്നത് കടലിലേക്ക് 100 മീറ്ററോളം തള്ളി നിൽക്കുന്ന നിരീക്ഷണ ഗാലറിയിലായിരിക്കും. കോട്ടയുടെ മുകളിൽ ഗോപുരങ്ങളിൽ നിൽക്കുന്ന സമയത്ത് വിദൂരതയിൽ കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ഈ നിരീക്ഷണ ഗോപുരം കാണാറുണ്ടെങ്കിലും പലപ്പോഴും സന്ദർശകർ അവിടേക്ക് എത്തിപ്പെടാറില്ല. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലോ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലോ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ബസ് മാർഗം ബേക്കലിൽ എത്തിച്ചേരാവുന്നതാണ്. ഒരു കാലഘട്ടത്തിൻ്റെ രാജകീയ മുദ്രയും സൈനിക ശേഷിയുടെയും അടയാളമായി അറബിക്കടലിൻ്റെ തീരത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുകയാണ് ബേക്കൽ കോട്ട.